ഉപജ്യോതി അല്ലാട്ടോ, പറഞ്ഞ കിതാബുകളുടെ പേജ് നമ്പർ സഹിതം ഒന്ന് പറഞ്ഞെങ്കിൽ ഉപകാരമായിരുന്നു. ചുമ്മാ ഫോട്ടോസ്റ്റാറ്റ് നോക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 2, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തുകളൊക്കെ കണ്ട ഇബ്നു കസീർ വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിർ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ എന്ന സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അൽ ആയത്തു യുർഷിദു തആല അൽ അസാത്തു. ഒന്നിരുന്ന് പറഞ്ഞോട്ടെ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി അറിഞ്ഞോളൂ, എനിക്ക് മനസ്സിലായി. ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാ വായിച്ചോളൂ. ഇനി മൗലവി അത് പറഞ്ഞത്ര കഷ്ടപ്പെട്ട കാരണം അത് നീട്ടിക്കൊണ്ട് പോകും ചിലപ്പോ. ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ വ്യാഖ്യാനിക്കുന്നു. ഈ ഹദീസിന്റെ അർത്ഥപ്രകാരം പ്രവാചകന്റെ ഖബറിലേക്ക് ചെല്ലണമെന്നും എന്നിട്ട് പ്രവാചകന്റെ ഖബറിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കണമെന്നും അപ്രകാരം എനിക്ക് പാപമോചനത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുവാൻ റസൂലിനോട് ആവശ്യപ്പെടണമെന്നും ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കൂടാതെ ഈ സംഭവം അബൂ ഷെയ്ഖുൽ മൻസൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഹിക്കായത്തിൽ മഷ്ഹൂറത്തി അനിൽ അതബി കാല കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സമഅതുല്ലാഹ യഖൂലു വലൗ അന്നഹും ഇളലമു എന്ന ആയത്ത് അദ്ദേഹം ഓതിയിട്ട് വഖദ് ജഅതുക മുസ്തഗ്ഫിറൽ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി സുമ്മ അൻഷഹു യഖൂലു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ബൈത്ത് പാടുകയാണ്. അപ്പോ ഈ ആയത്ത് പ്രകാരം എനിക്ക് ദോഷം പുറപ്പിക്കണമെന്ന് പ്രവാചകനോട് ആവശ്യപ്പെടുകയും, ഇവിടെ ശ്രദ്ധിക്കണം, കഴിഞ്ഞില്ല. സുമ്മൻ സറഫൽ ആരാബി ഫഗലബത്നി ഐനി ഫറഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനൗമി ഫഖാല യാ അതബി ഇൽഹഖിൽ ആരാബി ഫബശ്ശിറുഹു അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു. ആ വന്ന അഗ്രാബിയുടെ ദോഷം പുറത്തതായിക്കൊണ്ട് അദ്ദേഹത്തെ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അതബിയോട് റസൂലുള്ളാഹി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്ന് ഇബ്നു കസീർ വലൗ അന്നഹും ഇളലമു എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ 520-ാമത്തെ പേജിൽ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖബറിങ്ങിലോട്ട് പോകാൻ പാടില്ല എന്ന് ഖുർആനിന് എതിരാണെന്ന് പറഞ്ഞിട്ട് അതേ ഇബ്നു കസീർ തന്നെ പിന്നെ തിരിച്ച് ഖുർആന് വിരുദ്ധമായിട്ട് ഇത് കൊടുക്കുക. പിന്നെ മാലിക് ദാറിന്റെ സംഭവം ഡസൻ കണക്കിന് കിതാബുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ താങ്കൾ പറയുന്നത് പോലെ ഊരും പേരും അറിയാത്തൊരു കിതാബ് കൊണ്ടുവന്ന് എവിടെയാണ് ഊര് എവിടെയാണ് നാട് ഇതൊന്നും അറിയാത്ത പണ്ഡിതന്മാരൊക്കെ പൊട്ടന്മാരെന്നാണോ? തേടണമെന്ന് ആയത്തുമായി എന്ത് ബന്ധമാണ് അതിനുള്ളത്? ആയത്ത് ജീവിച്ചിരിപ്പുള്ള നബിയോട് ചെയ്തിട്ടുള്ള തെറ്റ്, ആ തെറ്റിനെ സംബന്ധിച്ച് നബിന്റെ അടുക്കൽ വന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പിന്നെ അള്ളഹാനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹ് അത് സ്വീകരിക്കും. ഇനി അത് മൗലവിന്റെ വകയല്ലേ എന്ന് ചോദിക്കണ്ട. ഷാഫിഈ പണ്ഡിതരിൽ പ്രമുഖനായ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ഫഖ്റുദ്ദീനുർ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ സൂറത്തുൻ നിസാഇൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, ലിഖായിലിൻ അൻ യഖൂല, ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ, അലൈസ ലബിസ്തഗ്ഫറുല്ലാഹ വതാബു അലാ വജ്ഹിൻ സഹീഹിൻ ലകാനത് തൗബതുഹും മഖ്ബൂല ഫമൽ ഫായിദതു ഫീ ളമ്മി ഇസ്തിഗ്ഫാരിർ റസൂലി ഇല ഇസ്തിഗ്ഫാരിഹിം. ഒരാൾക്ക് ഇങ്ങനെ ചോദിച്ചുകൂടെ, അവര് അള്ളഹാനോട് പൊറുക്കലിനെ തേടി ശരിയായ നിലക്ക് തൗബ ചെയ്താൽ അവരുടെ തൗബ അള്ളാഹ് സ്വീകരിക്കുമല്ലോ, പിന്നെ എന്തിനാണ് അവര് അള്ളഹാനോട് പൊറുക്കലിനെ തേടുന്നതോടൊപ്പം നബിയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് റാസി നൽകുന്ന മറുപടി ഖുൽനാ അൽ ജവാബു അൻഹു മിൻ വുജൂഹിൻ. ഇതിനുള്ള മറുപടി പല നിലക്കാണ്. ഒന്നാമത്തെ മറുപടി അന്നദാലിക തഹാകുമ ഇല ത്താഗൂതി കാന മുഖാലിഫതൻ ലി ഹുക്മില്ലാഹ് വകാന അയ്ളൻ ഇസാഅതൻ ഇല റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം വഇദ്ഖാലൻ ലിൽ ഗമ്മി ഫീ ഖൽബിഹി വമൻ കാന ദംബുഹു കദാലിക വജബ അലൈഹി അൽഇഅ്തിറാറു അൻ ദാലിക അൽദംബി ലിഗൈരിഹി ഫലിഹാദൽ മഅനാ വജബ അലൈഹി മൻ യത്ലബു മിനർ റസൂലി അൻ യസ്തഗ്ഫിറ ലഹും. എന്താ പറഞ്ഞത്? ഇവർ താഗൂത്തിന്റെ അടുക്കലേക്ക് അള്ളാഹു അല്ലാത്ത അള്ളാന്റെ റസൂലിനോട് പോയി വിധി ചോദിക്കുന്നതിനു പകരം പടച്ചോന്റെ ഹുക്കം എന്താണോ അതാണ് നബി അവർക്ക് ഹുക്കുമായി നൽകുക. അതിനു പകരം ജൂതന്റെ വിധി തേടിപ്പോയി. അത് അള്ളാന്റെ കൽപ്പനയ്ക്ക് എതിരാണ്. അതേപോലെ റസൂലിനോടും
റസൂലിനോടും ചെയ്തിട്ടുള്ള കുറ്റമാണ്. നബിനെ അവഗണിച്ചുകൊണ്ട്, നബിനെ ഉപേക്ഷിച്ചുകൊണ്ട്, നബിനോട് മോശമായ രൂപത്തിലുള്ള സമീപനമാണ്. നബിയുടെ മനസ്സിൽ അവരെപ്പറ്റി, അവരുടെ ചെയ്തിയെപ്പറ്റി ദുഃഖമുണ്ടാക്കുന്നതുമാണ്. ആരുടെ പാപം ഈ വിധത്തിലാണോ ആ പാപത്തിന് അയാൾ പശ്ചാത്തപിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് വിധത്തിലായിരിക്കണം? ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിച്ചുകൊണ്ടാവണം. അതുകൊണ്ടാണ് ഈ അർത്ഥപ്രകാരമാണ് നിർബന്ധമായി നബിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അവർ പറയുകയും നബിയെ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണമെന്ന് നബിയോട് ആവശ്യപ്പെട്ടതും നബി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയതും. അതുകൊണ്ടാണ് അവരുടെ തൗബയോടൊപ്പം നബിയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി നബിയുടെ അടുക്കൽ അവർ ചെന്ന് തങ്ങളുടെ തെറ്റ് ഏറ്റുപറയണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുന്നു. അപ്പൊ ഇത് മരണപ്പെട്ട നബിയോടുള്ള പൊറുക്കലിനെ തേടലുമായി ഒരു ബന്ധവും ഇല്ല. ഇനി വേണമെങ്കിൽ സംശയിക്കാവുന്നത്, ചോദിക്കാവുന്ന മറ്റൊന്ന്, അവിടെ ഇത് അന്നുണ്ടായെങ്കിൽ ഇന്നും നബിനോട് ആരെങ്കിലും തെറ്റ് ചെയ്ത അപ്പോഴും ഇങ്ങനെ ചെയ്യണ്ടേ എന്നാണ്. അതിൽ ഖുർആൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വലോ അന്നഹും ഇല്ലമു അൻഫുസഹും എന്നാണ്. ഇദാ വലമു അൻഫുസഹും എന്നാണെങ്കിൽ, ഇദാ വലമു അവര് കുറ്റം ചെയ്യുമ്പോഴൊക്കെ അവര് നബിന്റെ അടുക്കൽ വരണമെന്നാണ് വരിക. നേരെ മറിച്ച് ഇത് എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലത്ത് ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നിടത്തെ ആ വറുഫ് പ്രയോഗിക്കുകയുള്ളൂ. അപ്പൊ ഇത് വലമോ എന്നാണ്, ഇതാ വലമോ എന്നല്ല. അതൊക്കെ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഭാഷാപരമായ നിയമങ്ങൾ വിശദീകരിക്കുമ്പോ മാലിയും മുസ്തഖ്ബിലും, മാലിക്ക് ഉപയോഗിക്കുന്നത് ഏത്, മുസ്തഖ്ബിലിന് ഉപയോഗിക്കുന്നത് ഏത്, ഭൂതകാലത്തെയും ഭാവികാലത്തെയും വേർതിരിച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന ഇതാ വലമു എന്നാണെങ്കിൽ എക്കാലത്ത് കുറ്റം ചെയ്താലും ഇങ്ങനെ ചെയ്യണമെന്ന് വരും. ഇത് വലമു എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് എക്കാലത്തെയും കാര്യമല്ല, ഈ സംഭവം നബിയുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ളപ്പോൾ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. രണ്ടാമത് ഇതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊന്ന്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചിട്ടുള്ളത് ഉത്ബിയുടെ സംഭവമാണ്. എന്താ ഉത്ബിയുടെ സംഭവം? ആ ഉത്ബി ഖബറിന്റെ അടുക്കൽ വന്നു. നേരത്തെ പറഞ്ഞതുപോലുള്ള വേറെ ഒരു ഖബറിന്റെ കഥയാണ്. എന്നാൽ നേരത്തെ ബിലാൽ ബിൻ ഹാരിസിന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ആ ബിലാൽ ബിൻ ഹാരിസ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണല്ലോ ഞാൻ ആവശ്യപ്പെട്ടത്. കാരണം എന്താ, ബിലാൽ ബിൻ ഹാരിസ് ആണെന്ന് പറഞ്ഞത് ആരോ ഒരു നിരീശ്വരവാദിയാണ്. ഇതേപോലെ ഈ ഉത്ബി ആരാണെന്നറിയോ? ഈ ഉത്ബി ഒരു കള്ളുകുടിയനാണ്, ഒരു കള്ളുകുടിയനാണ്. ആര്? ഉത്ബി. ഉത്ബിയുടെ ചരിത്രം ഇബ്നു ഖല്ലിക്കാൻ, ഷാഫിയാണ് അദ്ദേഹം. ഇബ്നു ഖല്ലിക്കാൻ അദ്ദേഹത്തിന്റെ 398 മുതൽ 400 വരേക്കുമുള്ള അദ്ദേഹത്തിന്റെ വഫയാത്തുൽ അയാനിൽ വിശദമായി ഉത്ബിയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ ഉത്ബിയു അശ്ശാഇറു തൂഫിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ച കൊല്ല ഹിജറ 228 തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര്, ഊരും പേരും ഒക്കെ വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞത് വലഹു കിതാബുൽ അശ്ആരി മുസ്തഹ്തറം ബിശ്ശറാബി. അദ്ദേഹത്തിന് കവിതകൾ, ഇങ്ങനെ കവികൾ അങ്ങനെയാണല്ലോ, അതുമായിട്ട് ബന്ധമുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെയാണ്. ഏത് കാലത്തും കുറെയൊക്കെ അങ്ങനെ ഉണ്ടാവും ചെയ്യും. ഏതാണെങ്കിലും ശരി, അദ്ദേഹം ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു മുഴുക്കുടിയനാണ്, കുടിക്കുക എന്നതൊരു പ്രശ്നമേ ആക്കാറില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ ജാതി ആളുകൾ ഉദ്ധരിക്കുന്നതാണോ യഥാർത്ഥത്തിൽ നമുക്ക് പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത്? അള്ളാന്റെ ഖുർആനിന്റെ നസ്സാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തന്നെ വിനയത്തോടെ താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന്. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ ഉത്തരം തരാമെന്ന്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പടച്ച റബ്ബിനോടല്ലാതെ മറ്റൊരാളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന്. അതെ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അവർ കേൾക്കില്ല, കേട്ടാലും അവർ ഉത്തരം തരില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകുന്ന ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണെന്ന് പറഞ്ഞ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് വിലക്കിയ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിച്ച, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം തരുമെന്ന് വ്യക്തമാക്കിയ ഈ ആയത്തുകൾക്കൊക്കെ എതിരിൽ ഒരു കള്ളുകുടിയൻ എഴുതിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉദ്ധരിച്ചതാണോ പ്രമാണമായി തെളിവായി ഉദ്ധരിക്കേണ്ടത് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.
ചോദിച്ചതിന്റെ മറുപടിയാണ്, ഇനി എത്ര പറഞ്ഞാലും അരിക്ക് പയറഞ്ഞായി എന്ന് വിചാരിച്ചാൽ പിന്നെ നിർവാഹമൊന്നുമില്ലല്ലോ. ഉത്തുബിയുടെ സംഭവമാണ് പറഞ്ഞത്. ഇബ്നു കസീർ ഉദ്ധരിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ളത് ഉത്തുബിയെ സംബന്ധിച്ചാണ്. ആ ഉത്തുബിയുടെ റിപ്പോർട്ടിൽ ഉത്തുബി ആരാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്ത ഒന്ന് ആയത്തിന്റെ വ്യാഖ്യാനാണ്. ഞാനത് വിശദമായി പറഞ്ഞു. പിന്നെ ഉത്തുബിയുടെ സംഭവം, ആ ഉത്തുബി എന്താണ് എന്നുള്ള കാര്യവും വിശദീകരിച്ചു.